അപ്പോൾ പല ജോലികളും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ, ഇപ്പോൾ പഠനം, കല്യാണം, അതേപോലെ തന്നെ ജോലി കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ്, ഇങ്ങനെ ഏത് കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്ന ആളുകൾക്കും സ്വലാത്തുൽ ഹാജത്ത്, ഉദ്ദേശത്തിൻ്റെ നിസ്കാരം, അതായത് ഉദ്ദേശം നിറവേറാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം അത് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നിസ്കാരത്തിന് പറയാറ്. അതായത് ഇപ്പോൾ നമ്മൾ വളരെ ദുർഘടമായ അല്ലെങ്കിൽ നടക്കാൻ സാധ്യത കുറഞ്ഞൊക്കെ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, ഒരു നല്ല സ്വാലിഹായ കാര്യം കേട്ടോ, അതിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് നിസ്കരിച്ച് ദുആയൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയാൽ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. പ്രത്യേക ആവശ്യങ്ങൾ നമുക്ക് നടക്കാനുണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ച് അത് ആഗ്രഹിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണത്. നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ 2 റക്അത്തോ അല്ലെങ്കിൽ 2 ഇടവിട്ട 4 റക്അത്തായിട്ടോ നമുക്ക് നിസ്കരിക്കാം. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ തന്നെ വുളൂ ചെയ്തതിൻ്റെ ശേഷം നവൈതു അൻ ഉസല്ലി റക്അത്തൈനി സലാത്തുൽ ഹാജത്ത് ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി എൻ്റെ ആവശ്യത്തിനായി 2 റക്അത്ത് സലാത്തുൽ ഹാജത്ത് ഞാൻ നിർവഹിക്കുന്നു. ഇങ്ങനെ നിയത്ത് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന ഫാത്തിഹ ഓതാം, പിന്നെ ചെറിയ സൂറത്തുകൾ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, അങ്ങനെയുള്ള ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കാം. 2 റക്അത്ത് ആദ്യം നിസ്കരിക്കുന്നു. ഇനി 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്കാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാം. വീണ്ടും ഒരു 2 റക്അത്തിനും കൂടി നിയത്ത് ചെയ്തിട്ട് ചെയ്താൽ മതി. തഹിയ്യാത്തിന് ശേഷം സലാത്ത് എല്ലാം നബിൻ്റെ മേലിൽ സലാത്തൊക്കെ ചൊല്ലിയതിന് ശേഷം നമുക്ക് ദുആ ചെയ്യേണ്ടത്. ആ നിസ്കാരമായിരുന്നിട്ട് തന്നെ നമുക്ക് ദുആ ചെയ്യാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാത്തിഹ 3 വട്ടം, ആയത്തുൽ കുർസി 3 വട്ടം, അതേപോലെ അൽ ബഖറ സൂറത്തിലെ 201 ആയത്ത്, അതേപോലെ സൂറത്തുൽ അംബിയായിലെ 87 ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 74 ആയത്ത്, ഇതൊക്കെ 21 വട്ടം അല്ലെങ്കിൽ 7 വട്ടം വീതം അങ്ങനെയൊക്കെ നമുക്ക് ദുആ ചെയ്യാം. എന്നിട്ട് നമ്മളെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ അള്ളാഹുവിനോട് ദുആ ആയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചോദിക്കുക ആ രീതിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശം മുന്നോട്ട് വെച്ച്, നമ്മൾ ആവശ്യം എന്താണോ അത് മുന്നോട്ട് വെച്ച് നല്ല നിയ്യത്തോടു കൂടി മുന്നിട്ടിറങ്ങി ആ കാര്യത്തിലേക്ക് പോവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് പൂർണ്ണമാക്കി തരും. അപ്പോൾ ഇതാണ് സലാത്തുൽ ഹാജത്ത് എന്ന് പറയുന്നത്, അതായത് ഉദ്ദേശത്തിന് വേണ്ടിയുള്ള നിസ്കാരം.